ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്ന ഒരു എയർപോർട്ട് വീഡിയോ ആണ്. എയർപോർട്ട് വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്കത് കണ്ടാലോ. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് വരുന്നത് 1 മണിക്കായിരുന്നു രാത്രി. അതുകൊണ്ട് ഞങ്ങൾ ദമാമിലായിരുന്നു എയർപോർട്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു 2-2.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു 7:30-8 മണീൻ്റെ ഉള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവുകയാണ്. അവരുടെ റോഡൊക്കെ ഭയങ്കര ഭംഗിയായിട്ടോ കാണാൻ. മൊത്തം ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ എന്നെ കാണുമോ? പിന്നെ ഗൈസ്, ഇത് ഞങ്ങൾ വഴിയിൽ കണ്ട് ഒരു പാർക്ക് പോലത്തെ സെറ്റപ്പാന്ന് തോന്നുന്നു. ഫുൾ ലൈറ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു. മിനിയായിട്ട് ഫുഡ് കഴിച്ചു. രാത്രിയാണെങ്കിൽ ഞങ്ങൾ ഓവറായിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. കുറച്ച് ഫുഡ് കഴിച്ചു. റൊട്ടി, നമ്മൾ പാകിസ്ഥാനി റൊട്ടി എന്നാണ് പറഞ്ഞത്. പാകിസ്ഥാനി റൊട്ടിയും ചിക്കൻ കറിയും കഴിച്ചു. ഇതാണ് എയർപോർട്ട്. എയർപോർട്ടിലൊക്കെ എത്തി ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ നിൽക്കാം കേട്ടോ. ഇവിടുത്തെ എയർപോർട്ടൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. നമ്മളെ കോഴിക്കോട് എയർപോർട്ട് പോലെയല്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് കാലിക്കറ്റിലേക്ക് പോകാൻ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എയർപോർട്ടിൽ. ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് ചെറിയ മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യം പോയി നിന്നത് ഇൻഡിഗോയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആദ്യം പോയി നിന്നത് ഡൽഹിക്ക് പോകുന്ന ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ ചെക്കിങ്ങും ബോഡി പാസ്സൊക്കെ കിട്ടുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ശരിക്കും പോകേണ്ടത് കാലിക്കറ്റ് ഇൻഡിഗോ ആയിരുന്നു. അത് ഫസ്റ്റ് എയിലായിരുന്നു. ഞങ്ങൾ നേരെ നിന്നത് ലാസ്റ്റ് ഡിയിലോ എഫിലോ ആണ്, എനിക്ക് ഓർമ്മയില്ല. പിന്നെ കഴിച്ച് ഇവിടുത്തെ പെട്ടിയൊക്കെ നമുക്ക് റാപ്പ് ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റില്ല. നാട്ടിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് റാപ്പ് ചെയ്യാം, പക്ഷെ ഇവിടെ ആകുമ്പോൾ ഇവിടുന്ന് തന്നെ റാപ്പ് ചെയ്യണം. ഏകദേശം 30 റിയാൽ ഓളം വരും. ഇമ്മച്ചി ഇതാ പോകാൻ ഭയങ്കര എക്സൈറ്റഡായി നിൽക്കുന്നുണ്ട്. പക്ഷെ ചെറിയ സങ്കടമുണ്ട്, എനിക്കും ഉണ്ട് സങ്കടമൊക്കെ. പിന്നെ ഗൈസ്, ഞങ്ങൾ നേരെ ഫ്ലൈറ്റിലേക്ക് പോവാണ്. ഞാൻ നേരത്തെ കണ്ടിട്ടാണ് തിരക്ക്. എനിക്കിതിൻ്റെ ഇടയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഗൈസ്, നമ്മൾ പുറത്തേക്കല്ല ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. എനിക്ക് വിൻഡോ സീറ്റായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷേ ഇത് എൻ്റെ അമ്മാൻ്റെ സീറ്റായിരുന്നു. അമ്മയോട് പറഞ്ഞു. പിന്നെ എനിക്ക് ചെറുതായിട്ടൊന്ന് ഉറക്കം വന്നപ്പോൾ 4 hours ഉണ്ടായിരുന്നു, 4 മണിക്കൂറോളം ഉണ്ടായിരുന്നു യാത്ര. അതുകൊണ്ട് തന്നെ ഞാൻ 1 മണിക്കൂർ കിടന്നുറങ്ങി, 3 മണിക്കൂറും പുറത്ത് കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് ഉറക്കം വന്ന 1 മണിക്കൂർ ഞാൻ ഉമ്മാനെ പുറത്താക്കിയിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കഴിച്ച് ഫ്ലൈറ്റ് എടുക്കാനായി. അവിടെ രാത്രിയാണ്ട് അങ്ങനെ ക്ലിയറായിട്ട് കാഴ്ചകളൊന്നും കാണാനില്ല. കഴിച്ച് ഇതിൻ്റെ ഇടയിൽ ഒരു കോള് വന്നു. അപ്പോൾ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇതാ വണ്ടിന്നാ പറഞ്ഞത്, പ്ലെയിൻ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പ്ലെയിനിലുള്ള യാത്രയൊക്കെ. പിന്നെ രാവിലെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് രാത്രിത്തെ കഴിച്ചതിനെക്കാട്ടും രാവിലെയാണ് ഇഷ്ടമായത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള
കാഴ്ചയായിരുന്നു. ഈ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയുണ്ടായിരുന്നു അതെന്നൊക്കെ. പിന്നെ ഫ്ലൈറ്റിൽ ഇരിക്കുകയാണ്. ഇൻഡിഗോ ആയതിനാൽ വെള്ളം കൂൾ ഡ്രിങ്ക്സൊക്കെ ഫ്രീ ആണ്. അതുമാത്രം ഫ്രീ ആണ്. ഫുഡ് ആണെങ്കിൽ നമ്മൾ അഡീഷണലായിട്ട് ടിക്കറ്റിൽ ഉൾപ്പെടുത്തണം. ടിക്കറ്റിൽ ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അഡീഷണലായിട്ട് ഫുഡ് കിട്ടുള്ളൂ. ഫുഡ് നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഫ്ലൈറ്റിൽ ആരും അങ്ങനെ ഫുഡൊന്നും വാങ്ങിച്ചില്ല. കാരണം രാത്രി ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമ്മളൊന്ന് ഉറങ്ങിയാൽ മാത്രം മതി. അതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് നമുക്ക് ഉറങ്ങിയാൽ മാത്രം മതിയല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടെ എത്തും. ഒരു 4 മണിക്കൂറല്ലേ. പക്ഷേ ഗൈസ്, ഞാൻ 1 മണിക്കൂർ ഉറങ്ങിയത് തന്നെ എനിക്ക് ഭാഗ്യമായിരുന്നു. കാരണം എനിക്ക് ബാക്കി 3 മണിക്കൂർ ഉറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് അറിയില്ല, ഉറങ്ങാൻ തീരെ പറ്റിയില്ല. അമ്മക്കും അതേമാതിരി തന്നെ ഉറങ്ങാൻ തീരെ പറ്റിയിട്ടില്ലായിരുന്നു. ഫ്ലൈറ്റ് കുറേ നേരം ഓടിയായിരുന്നു. ഓടുന്നില്ല, ഇങ്ങനെ ഓടിച്ചു പോവുമായിരുന്നു. ഗൈസ്, എനിക്ക് കോക്പിറ്റ് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റി. കാരണം ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ കോക്പിറ്റൊക്കെ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ചെറുതായിട്ട് കാണാൻ പറ്റി. പെർമിഷൻ ചോദിക്കാനൊന്നും ഞാൻ പോയില്ല, മടിയായിരുന്നു. അങ്ങനെ ഗൈസ്, ഫ്ലൈറ്റ് മുകളിലോട്ട് പോന്നിരിക്കുന്നു. പൊന്തിയിട്ടില്ല കേട്ടോ, ഞാൻ അറിയാതെ പറഞ്ഞതാണ്. പൊന്താൻ പോകുകയാണ്. ഈ സമയത്തൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം പോകുമ്പോൾ ഫ്ലൈറ്റിൽ തന്നെ പോയതെങ്കിലും ഇത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. ഈ ഫ്ലൈറ്റ് പോണ ഈ റോഡില്ലേ, മിനി റോഡ്സ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആ നൈറ്റ് കത്തണ നമ്മൾ റോട്ടിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ രാത്രി റിഫ്ലക്സിങ് ലൈറ്റ് ഇല്ലേ, അതായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇടയിലൊക്കെ ബൂത്ത് 1 ബൂത്ത് 2 എന്നൊക്കെ കണ്ടിരുന്നു. ബൂത്താണോന്നൊന്നും അറിയില്ല. B1 B2 A1 എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിരുന്നു. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ അവിടെ എത്തിയത് ഏകദേശം 8 മണിയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു ടൈം. പിന്നെ ഞാൻ ഇവിടെ എത്തിയിപ്പോൾ 2 ദിവസമായി. നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. എങ്കിലും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും മടിയായിരുന്നില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ ന്യൂ ഇയർ ആയപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസമായി. 1 മാസം കൃത്യമായതിനാൽ നമ്മൾ ഇനി മുതൽ അങ്ങോട്ട് നല്ലപോലെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഗൈസ്, ഇതാണ് നമ്മുടെ സൗദി അറേബ്യത്തെ അടിപൊളി കാഴ്ച. പിന്നെ ഗൈസ്, രാവിലെ ഒരു 5 മണി ആ ടൈമൊക്കെ ആയപ്പോൾ നല്ലൊരു സൺറൈസ് കണ്ടു. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. സൂര്യനൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം രാത്രി മഞ്ഞുണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഗ്ലാസ് നനഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് സൂര്യന് ക്ലിയർ അല്ല. മാത്രമല്ല സൂര്യൻ ആ സൈഡിലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുള്ളായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ സൺറൈസ് ആയിരുന്നു. നല്ല രസമായിരുന്നു. മൊത്തത്തിലുണ്ട് റെഡായിട്ടുണ്ടായിരുന്നു. ഇതാണ് കഴിച്ച് ഞാൻ പറഞ്ഞ രാവിലത്തെ വിശേഷം. എന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയിലുണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ താഴെ ഉണ്ടാകുമ്പോൾ മുകൾക്ക് നോക്കുമ്പോഴായിരിക്കും മേഘം. പക്ഷെ ഫ്ലൈറ്റിൽ രാവിലെ നമ്മൾ വരുമ്പോൾ അടിയിലായിരിക്കും മേഘം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. നമ്മളിപ്പോൾ ഏകദേശം കോഴിക്കോട് എത്താനായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് നേരമേ ഫ്ലൈറ്റ് ഇടയ്ക്ക് ഞാൻ മുകളിൽ കൂടെ പറഞ്ഞിട്ടുള്ളായിരുന്നു. അതിന് ശേഷം പതുക്കെ താന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്താണെന്നൊന്നും അറിയില്ല, ഇപ്പച്ചു പറഞ്ഞു മേഘത്തിൻ്റെ ഇടയിൽ പെട്ടിട്ടാണെന്ന്.
അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. മേഘത്തിൻ്റെ ഇടയിൽ പെട്ടിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഫ്ലൈറ്റ് ഇങ്ങനെ കിടന്ന് ആടുണ്ടായിരുന്നു. ഇത് കണ്ടില്ല, നല്ല രസമുണ്ടായിരുന്നു. കുറച്ചും കൂടി അടിയിൽ പോവുകയാണ് നമ്മൾ. കുറച്ചും കൂടി മുകളിലായിരുന്നു നേരത്തെ നമ്മൾ കണ്ടപ്പോൾ. ഇപ്പോൾ കുറച്ചും കൂടി അടിയിലാണ്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഗൈസ് ഭയങ്കര സണ്ണ് കണ്ണിൽ കുത്തായിരുന്നു. എന്ന് വെച്ചാൽ ഒരു കണ്ണിൽ കുത്തായതുകൊണ്ട് നമ്മൾ ക്ലാസ്സിൻ്റെ വിൻഡോസ് ക്ലോസ് ചെയ്തായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കേണ്ടി ഉണ്ടായതുകൊണ്ട് ഞാൻ ക്ലാസ് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ എടുക്കാമായിരുന്നു. അതുകൊണ്ട് കുറച്ച് ക്ലിയർ കുറവുണ്ടാവും. അത് ഈ ഫോണിൻ്റെ കുഴപ്പമാണ്. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ മലൻ്റെ ഒരു ടച്ചൊക്കെ ഇല്ലേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണുമ്പോൾ. എനിക്ക് തോന്നുന്നു അതൊരു പഞ്ഞിമുട്ടായി ഇല്ലേ, അതുപോലെ ഉണ്ടായിരുന്നു, കോട്ടൺ ക്യാൻഡി പോലെ ഉണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് പിടിച്ച് കഴിക്കാൻ തോന്നി, അങ്ങനത്തെ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം ഏകദേശം ഒരു 6:30 ആ ടൈം ആയിട്ടുണ്ടായിരുന്നുള്ളൂ നാട്ടിൽ. അപ്പോഴത്തേനും സൺറൈസൊക്കെ കഴിഞ്ഞു, നല്ല ഭംഗിയായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് സൺറൈസ് കാണുക. അതിപ്പോൾ അതുകൊണ്ട് മാത്രമായിരിക്കും. പക്ഷേ ഇത് എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് സൺറൈസ് ആയിരിക്കും. കാരണം അത്രയ്ക്കും ഭംഗിയായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ സൺറൈസ് ആണ്. മൊത്തത്തിൽ റെഡും ഓറഞ്ചും റോസും മൊത്തത്തിൽ കളറായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ മേഘത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. പക്ഷേ ഈ സമയത്തായിരുന്നു മൊത്തത്തിൽ ഇങ്ങനെ ഇളകിയിട്ടുണ്ടായിരുന്നു. ഇമ്മച്ചി അതിനൊരു ചൊല്ലു പറയല്ല, അതിനൊരു എക്സ്പീരിയൻസ് പറയണം. കട്ട റോഡ് കൂടെ പോകില്ലേ നമ്മുടെ നാട്ടിലൊക്കെ, റോഡ് ഇങ്ങനെ കുഴിയൊക്കെ ആകുമ്പോൾ കട്ട റോഡ് കൂടെ പോകുന്ന മാതിരി ഉണ്ടായിരുന്നു ഫ്ലൈറ്റിനൊക്കെ. നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം ഇതിൻ്റെ ഉള്ളിലാണ്. കുറച്ചും കൂടി ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കാരണം മഞ്ഞ് പോലെയായിരുന്നു. ഇപ്പം മഞ്ഞാണോ മേഘമാണോ എന്ന് അറിയില്ല, മേഘമായിരിക്കാനാണ് ചാൻസ് കണ്ടത്. ഇപ്പോൾ മേഘത്തിൻ്റെ ഉള്ളിലാണ്. ഞാൻ ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അടിയിൽ ഭൂമിയല്ലേ, നമുക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഗൈസ് നല്ല രസമുണ്ടായിരുന്നു. പതുക്കെ നമ്മുടെ കേരളമാണോന്ന് അറിയില്ല, കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ നാട്ടിലെ മരങ്ങൾ പോലെയാണ് സൗദി അറേബ്യയിൽ. നമ്മുടെ നാട്ടിൽ കാടുകൾ പോലെയാണ് എന്നാണ് ഉദ്ദേശിച്ചത്. നമ്മളെ നാട്ടിൽ കാടുകൾ പോലെയാണ് അവിടുത്തെ നാട്ടിൽ സൗദി അറേബ്യയിലെ മരുഭൂമികൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മരുഭൂമി നിങ്ങൾ രാവിലെ കണ്ടിട്ടില്ല, അതെന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇതിൻ്റെ വിഷ്വൽ എന്താണെന്ന് അറിഞ്ഞുകൂടില്ല അവിടുത്തെ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അടിയൊക്കെ നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്തൊക്കെ പാടമൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ പോയപ്പോഴും നൈറ്റായിരുന്നു പോയത്. എന്നിട്ട് 11 മണിക്ക് ഇവിടെ കയറിയിട്ട് 1 മണി ആ ടൈം ആകുമ്പോൾ അവിടെ ഇറങ്ങി. കാരണം 1 മണി ആകുമ്പോൾ ഇവിടെ ഒരു 4-4:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങി നാട്ടിൽ. അവിടെ 2 മണിക്കൂർ കുറവാണല്ലോ. അതുകൊണ്ട് ഗൈസ് ഇവിടെ ഈ സൈഡിലായിട്ട് ഞാൻ റിസോർട്ട് കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അത് എവിടെയൊന്നും എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ബട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കാരണം എന്താ പച്ചപ്പ് എന്താ പറയാന്നറിയില്ല, അത്രയ്ക്ക് രസമായിരുന്നു. ഇപ്പോൾ കണ്ട വലിയ റോഡ് പറയുന്നത് ഹൈവേ ആണ്. ഇവിടെ ന്യൂ ഹൈവേ ആണ്, പുതിയ ഹൈവേ ആണ്. കാടായിരുന്നു, കാട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഓരോരോ വീട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വെള്ള, ബ്ലൂ, പച്ചയൊന്നുമില്ല, വൈറ്റ്, ബ്ലൂ അങ്ങനെയൊക്കെ. ഇത് കണ്ടോ, പാടം കണ്ടോ കാണുന്നത്, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് ഞങ്ങൾ കുറച്ചും കൂടി അടുത്ത് വരികയാണ്.
ഇനി കുറച്ചും കൂടി മിനിറ്റുകൾക്ക് ശേഷം ഞങ്ങൾ അതാ കാലിക്കറ്റിൽ ലാൻഡ് ചെയ്യാൻ പോവാണ് ഗായ്സ്. ഈ സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ താത്ത, എൻ്റെ കാക്കാനി എല്ലാവരെയും കണ്ടിട്ട് 3 മാസമായി. ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോഴും ഞാനിവിടെ ഹാപ്പിയാണ്. നല്ല രസമാണ് ഇവിടുത്തെ വൈബ് സെറ്റാണ്. ഇനി തുടർച്ചയായി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഗൈസ് ഞങ്ങൾ കാലിക്കറ്റിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ലാൻഡ് ചെയ്യുമ്പോഴും ഒരു കടകട എന്നുള്ള സൗണ്ട് പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് എനിക്ക് വാങ്ങിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. വെട്ടിക്കൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ പൊട്ടിച്ചായിരുന്നു. ഞാൻ മിനിഞ്ഞാന്നാണ് വന്നത്, ഇന്നലെ പൊട്ടിച്ചു. അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം. പിന്നെ പെട്ടെന്നൊരു കാലാവസ്ഥ മാറ്റമായിരുന്നു. കാരണം അവിടെ മൊത്തം നല്ല തണുപ്പും ഇവിടെ നല്ല ചൂടായിരുന്നു. ഞാൻ ലഗേജിൽ കൊള്ളാത്തതുകൊണ്ട് മോളിൽ കൂടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു. അങ്ങനെ ഗൈസ് ഞങ്ങളെ വിളിക്കാൻ എൻ്റെ കാക്ക വന്നു. ഇതാണ് ഗൈസ് നമ്മുടെ സ്വന്തം കാലിക്കറ്റ് എയർപോർട്ട്. ഞങ്ങൾക്ക് ലഗേജ് കിട്ടാൻ കുറച്ച് വെയിറ്റിംഗ് വന്നു. കാരണം ഫസ്റ്റ് ലഗേജ് എന്ന് വെച്ചാൽ ഇമ്മാൻ്റെ ലഗേജ് പെട്ടെന്ന് കിട്ടി. ഇമ്മാൻ്റെ ലഗേജ് എന്നല്ല, പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇമ്മാൻ്റെ ലഗേജ് പെട്ടെന്ന് കിട്ടി. എൻ്റെ ട്രോളി ആയിരുന്നു. ട്രോളി കിട്ടിയില്ല. കുറേ നേരം ഞങ്ങളും കുറച്ച് ആൾക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലഗേജ് കിട്ടാത്തത്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കിട്ടി. അവസാനം ഞങ്ങളത് കിട്ടി. ഞങ്ങൾ ഇറങ്ങി. കാരണം ഇവർ കുറച്ച് വെയിറ്റ് ചെയ്യുകയാണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് ഓവർ ടൈം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഗൈസ് ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിനോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എവിടേക്കാണ്, ഫുഡ് കഴിക്കാനാണ് പോയത്. വീട്ടിലല്ല നേരെ പോയത്. അത് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. കാരണം ഞങ്ങൾ രാവിലെ ഒരു 8-9 മണിയാകുമ്പോഴാണ് ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കണം. കാരണം ഞങ്ങൾക്ക് നല്ല വിശക്കുണ്ട്. രാത്രി നേരത്തെ കഴിച്ചാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വിശക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു നമ്മളെ കാലിക്കറ്റ് എയർപോർട്ട്. ഞങ്ങളിങ്ങനെ കാലിക്കറ്റ് എയർപോർട്ടിനോട് ബായ് പറഞ്ഞു. ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട്. ഇപ്പോഴാണ് ഒരു സമാധാനം.